ബഹുമാനപ്പെട്ട ഈ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സേവ മാസ്റ്റർ, ഉദ്ഘാടനം ചെയ്യേണ്ട MP, വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട ഞാൻ ഉയർന്നിട്ട് നോക്കായിരുന്നു. എന്തൊരു ഗതികേടാണ് അല്ലേ? +2 കിട്ടിയ SLCക്ക് ഫുൾ A+ കിട്ടിയാലും പോലെ ഇങ്ങനെ ഒരു ചതിക്കാൻ പാടുന്നു. ഞാൻ നോക്കായിരുന്നു കുട്ടീനെ ഇരിക്കണ ഇരിപ്പ് കണ്ടത് എന്ത് കിട്ടുന്ന കിട്ടാ. മറ്റേ ശ്രീനിവാസന്റെ കഥയിൽ എനിക്ക് ഓർമ്മ പറഞ്ഞു, ഒരു 100 രൂപ കൊടുക്കണമെന്ന് കേട്ടു. അതിങ്ങനെ കിട്ടിയാൽ പോവായിരുന്നു എന്നുള്ള ഇരിപ്പാണ് ഇരിക്കണത്. പക്ഷെ ഇത് കിട്ടണില്ല. ഇപ്പൊ തരാനുണ്ട്. ആ കുട്ടീന്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് വിഷമില്ല. ഇത് തരണ്ടെങ്കിൽ തരാ. പറഞ്ഞ് കേട്ട് കേട്ട് സോയാമേളത്തിന്റെ പുസ്തകം നിങ്ങൾ കേട്ടില്ലേ? വനിതകളെ ശക്തീകരിക്കുന്ന പുസ്തകം. ഞങ്ങള് വനിതകളാണ്, ശക്തിയായില്ലേ? നമ്മളെ പുരുഷന്മാർക്ക് ഇല്ലുണ്ട്. വരൂ. ഞാൻ ഒരു ഇരിപ്പ് കണ്ടിട്ട് ഞാൻ എന്താ പറയാ, APJ അബ്ദുൽ കലാമ പറയണ്ടേ? എനിക്ക് തോന്നണതേ, നിങ്ങൾ കാക്കയുടെ കഥ കേട്ടിട്ടാ? കേട്ടിട്ടില്ലേ? പണ്ട് കാക്കയുടെ ഒരു കഥ 1ാം ക്ലാസ്സിൽ LKG ഞാൻ കുറെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. കേട്ടിട്ടില്ലേ? ആ, അതെന്തുണ്ടായേ? കാക്ക ആ തേഴ്സ്റ്റി ക്രോപ്പ്, ഇംഗ്ലീഷോ മലയാളം അറിയില്ലേ, കിട്ടില്ല. അപ്പൊ ഒരു കുടം വെച്ചു അല്ലേ? എന്നിട്ട് എന്തുണ്ടായേ? കല്ലിട്ടു, വെള്ളം പൊന്തിച്ചോളെ കുടിച്ചു. അങ്ങനെ അല്ലാണ്ട് വേറെ രീതിയിൽ പൊന്തിക്കാൻ പറ്റുന്ന ഞാൻ നോക്കിയേ. ആ കാലം കഴിഞ്ഞ മക്കളെ അല്ലേ? നെടുവീർപ്പിടാൻ പറ്റി. ഇത് ഇനിയുണ്ട വേറെ കുളത്തിന് കല്ലിട്ടിട്ട് ടീച്ചറെ അങ്ങനെയല്ലേ പഠിപ്പിച്ചിട്ടുണ്ടാവുക? ടീച്ചർ തന്നെയല്ലേ? അതെ അല്ല, ഞാൻ അമ്മല്ലേ ചോദിക്കാണ്. അപ്പൊ കുളത്തിൽ കല്ലിട്ട് വെള്ളം വർദ്ധിപ്പിക്കുന്ന കഥ ഞാൻ എൻ്റെ സ്കൂളിൽ പറഞ്ഞപ്പോ കുട്ടികൾ പറഞ്ഞേ അതൊക്കെ കഴിഞ്ഞ ഭാഷ. ഇപ്പൊ യൂട്യൂബിൽ നോക്കിയാൽ കുളത്തിൽ കല്ലിട്ടിട്ട് വർദ്ധിപ്പിക്കലെത്താ. എങ്ങനെ വർദ്ധിപ്പിക്കണേ? ആ കുടത്തില് സ്ട്രോ ഇട്ടിട്ട് കുടിക്കാന്നാ പറയണ കാക്ക അല്ലേ? അങ്ങനെയും കുടിക്കാന്ന് ഞാൻ അപ്പോഴേ ചിന്തിച്ച്. കുടത്തിലൊരു വലിയൊരു സ്ട്രോ ഇഷ്ടം പോലെ കിട്ടാണ്ടല്ലോ, അത് കുടത്തിലിട്ടിട്ട് വലിച്ചു കുടിച്ചൂടെ കാക്കയ്ക്ക്? ഈ കല്ലിട്ട് നമ്മൾ തോറ്റു. അപ്പൊ നമ്മള് വ്യത്യസ്തമായിട്ട് കൊരങ്ങന്റെ കഥ, മറ്റേ കുറുക്കന്റെ കഥയല്ലേ, മുന്തിരിക്ക് വേണ്ടിട്ട് ചാടിയത്. എത്ര ചാടാം? ഇപ്പോഴും നമ്മൾ ആളെ ചാടിക്കുള്ളൂ. ഒരു കോണി വെച്ചിട്ട് കയറി അത് പൊട്ടിച്ചിട്ട് തിന്നാനുള്ള സംവിധാനം നമ്മൾ ഇപ്പോഴും ചിന്തിക്കോ? ധാരാളം തന്നാ പോവായിരുന്നു അല്ലേ? നമ്മള് ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, നമ്മള് മാറി ചിന്തിക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മള് കാലങ്ങളായിട്ട് കേട്ട കഥ, കാക്കേറെ കഥ കേട്ടവരോ കുട്ടി പറയുകയുണ്ടായി. അതിപ്പോ നമുക്ക് കാലികളെ ഇതപ്പോ ഭാഷ ഇപ്പൊ ചോദിക്കാൻ കണ്ടിട്ട് ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ട് ഒരു വെള്ള താടി വെച്ച് തന്നിട്ട് വലിയൊരു ചോദിക്കണതിന് APJ അബ്ദുൽ കലാമിന്റെ സ്വപ്നങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് പിന്നെയും പറയാം. ഈ കുളത്തിൽ കല്ലിട്ട കഥയെ ചോദിക്കണേ. നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആരാവാൻ ആഗ്രഹം? ആഗ്രഹമില്ല, കിട്ടിയ പോവായിരുന്നു അല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞു ആരാവാൻ ആഗ്രഹം? ടീച്ചറാണ്, മോള്, ഭാര്യ, കോട്ടെ ക്ഷമിക്കാട്ടോ. ടീച്ചർ, ഡോക്ടർ, ടീച്ചർ തന്നെ. ഒരു കാലത്ത് ഇനിയിപ്പോ അമ്മ അല്ലെങ്കിൽ അച്ഛനെ കൂടെ വന്നിട്ട് അവര് കേൾക്കാൻ വേണ്ടി പറയണതല്ലോ. സത്യമായിട്ടല്ലേ പറയണേ? പൈലറ്റ് സത്യമായിട്ടല്ലേ പറയണേ? ഓക്കെ, നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. അല്ല, ഞാൻ ഫ്രണ്ടില് ചോദിച്ചുള്ളൂ, പിന്നിൽ ചോദിക്കാം. പിന്നെ അടിച്ച എന്താവാൻ ആഗ്രഹം? ഇരുന്ന് പറഞ്ഞവരുണ്ടേ ഡോക്ടറാണ് മെയിനായിട്ട് ആഗ്രഹിക്കുക. ഞാനും എൻട്രൻസ് ഒക്കെ എഴുതാൻ വേണ്ടി പോയാണ്. എന്നിട്ട് ഇവിടെ എത്തിയെന്ന് പറയുമ്പോ എന്റെ ഒരു എഴുത്തിന്റെ കൂടെ കണ്ടില്ല. അന്ന് എന്നെ പഠിപ്പിച്ചുള്ളതാണ് PC തോമസ്, പ്രൊഫസർ PC തോമസ്. ആളെ കുറിച്ച് വലിയ പേരാ. പക്ഷെ ഞാൻ ആൾ 1-2 വട്ടാണ് സെന്റ് തോമസ് കോളേജിൽ കണ്ടിട്ടുള്ളത്. ആളന്ന് ലീവ്
ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു. അതുകൊണ്ടല്ല, പക്ഷെ ആള് അന്ന് തുടങ്ങിയിട്ടുണ്ട് മറ്റേ PC-യുടെ എൻട്രൻസ് കോച്ചിങ് സെന്റർ ചെറിയ രീതിയിലേ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ എൻ്റെ അപ്പച്ചനും ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ ഒരു ഡോക്ടർ ആക്കണം എന്നൊക്കെ. അപ്പൊ അങ്ങനെ PC-യുടെ അവിടെ പൊക്കോളം പറഞ്ഞു. PC-യുടെ അവിടെ പോയി നോക്കുമ്പോൾ ഒരു 5-8 പേജ് എനിക്ക് ഇങ്ങോട്ട് തന്നു ക്വസ്റ്റ്യനെയർ. ഇതൊക്കെ നാളെ പഠിച്ചു വരണമെന്ന് പറഞ്ഞു. അന്ന് നിർത്തിയത് എൻട്രൻസ് കോച്ചിങ് മതി. 8-10 പേജ് പഠിച്ചിട്ട് എൻട്രൻസ് എഴുതാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ എന്നിപ്പോ എവിടെ എത്തിയത്. അപ്പൊ ഞാൻ അപ്പച്ചനോട് വന്നിട്ട് ചുവടെ പരിപാടിയല്ല അപ്പച്ചൻ, ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. അതിന് അന്ന് നിർത്തി. നിങ്ങളെ ഞാൻ അങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയല്ല കേട്ടാ. ടീച്ചർമാരാകുമ്പോ ഇപ്പൊ ഇതുവരെ എൻട്രൻസ് ഒന്നും വന്നിട്ടില്ല, കേട്ടിട്ടൊക്കെ എഴുതണം എന്നുള്ളൂ. ഇപ്പൊ കുറെ കുട്ടികളെ ഞാൻ നോക്കുമ്പോ ടീച്ചറാണെന്ന് പറയുന്നുണ്ട്. ഒരു കാലഘട്ടത്തില് ടീച്ചർ എന്ന് പറഞ്ഞ പ്രൊഫഷൻ ഉണ്ടല്ലോ, ഏറ്റവും മോശമായിട്ട് വന്നത് ഇപ്പൊ ഉയർന്നു വന്നത്. ഒരു ഘട്ടത്തിൽ മുഴുവൻ ഡോക്ടർ, എഞ്ചിനീയർ ആയിരുന്നു. പിന്നെ IAS-ലേക്ക് തിരിഞ്ഞത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാ? എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് സീരിയലുകള് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയപ്പോഴാണ് IAS-ലേക്ക് തിരിഞ്ഞത്. സീരിയലിലുള്ള എല്ലാ പെൺകുട്ടികളും IAS ആയിട്ട് വളരെ ഈസി ആയിട്ട് അല്ലേ? ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോ വൈഫ് നിലക്കെട്ടിരുന്ന് സീരിയൽ കാണാറുണ്ട്. അപ്പൊ ഞാൻ ഞാനത് വിചാരിക്കാൻ വേണ്ടിയിട്ടല്ല, സീരിയൽ മോശമായിട്ടല്ല, കരഞ്ഞ് തോർക്കും മക്കളെ, കരഞ്ഞ് തോർക്കും. അതിലുള്ള കുട്ടികളെന്ന് ഞാൻ നോക്കുമ്പോ ഏറ്റവും അധികം IAS കിട്ടുന്നത്. അങ്ങനെ സീരിയൽ സ്ഥിരം കാണുന്ന കുറെ കുട്ടികള് IAS കോച്ചിങ്ങിന് മറ്റേ കോട്ടയത്തേക്ക് പോയായിരുന്നു. അവരതേപോലെ പോലെ ചെയ്തിട്ടില്ല. സീരിയലിൽ കണ്ട പോലെ അത്ര എളുപ്പമാവില്ലേ? പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ സീരിയലിൽ അത്ര എളുപ്പമാവില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ താഴ്ന്നിപ്പോ താഴ്ന്നു എന്ന് പറയുമ്പോ ടീച്ചർ പ്രൊഫഷൻ മോശമായിട്ട് പറയല്ല കേട്ടാ. നമ്മളൊക്കെ ആദ്യ പാഠം പഠിപ്പിക്കണം. ഞാൻ 12 കൊല്ലം 1-ാം ക്ലാസ്സിൽ തോറ്റാളാണ് മോനെ. 12 കൊല്ലം 1-ാം ക്ലാസ്സിൽ തോറ്റു. അപ്പൊ എൻ്റെ ഒരു പഠിപ്പ് നോക്കിയ 13ാമത്തെ കൊല്ലം HM റിട്ടയർ ചെയ്തപ്പോഴേ എനിക്ക് 2-ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ. HM ഒന്ന് പോയിട്ടുണ്ട്. ആള് റിട്ടയർ ചെയ്താലും കുത്തി ചത്താലും കട്ടിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെയാ. 12 കൊല്ലം ഞാൻ തോറ്റില്ല. എൻ്റെ സ്കൂളിലെ ടീച്ചർമാരോടിട്ട് ചോദിച്ചൊക്കെ അങ്ങനെ 2-ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടി. അപ്പൊ അടുത്ത ആള് റിട്ടയർ ചെയ്തപ്പോ 3-ലേക്ക് കിട്ടി. പിന്നത്തെ ആള് റിട്ടയർ ചെയ്തപ്പോ 4-ലേക്ക് കിട്ടി. പിന്നത്തെ ആള് റിട്ടയർ ചെയ്തപ്പോ 4-ലേക്ക് ഇല്ല. 4 വരെയുള്ള സ്കൂളാണ്, അത്രേ കിട്ടുള്ളൂ. അപ്പൊ അതിന് വരെ എത്തിച്ച് നിർത്തി. അത്രയും നമുക്ക് പഠിക്കുള്ളൂ. പലപ്പോഴും നമ്മള് ടീച്ചർമാരാവാന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലപാഠവും അക്ഷരവും ആദ്യാക്ഷരം ഒക്കെ പഠിപ്പിച്ച് അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ DG പറഞ്ഞ DG അല്ലേ? ആരെ? ഷാനവാസ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അമ്മമാർക്ക് അറിയാം അല്ലേ? ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് മെഡൽ കൊടുക്കണം ആട്ടാ. ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് എന്ത് കിട്ടില്ല എന്ന് പറയണേ? അക്ഷരമില്ല എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ 3, 6, 9 ക്ലാസ്സിലെ ടീച്ചർമാർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം അല്ലേ? മക്കൾക്ക് അറിയില്ല. 3, 6, 9 ക്ലാസ്സിന് ഇപ്പൊ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഒന്നും പറയണ്ട. ഈ ഷാനവാസും പിന്നെ സജി ചെറിയാനും മന്ത്രി അവരൊക്കെ പറയാ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് അക്ഷരം അറിയില്ല. ഇതിലും മേലെ നമ്മൾ അപമാനിക്കാറുണ്ട്. A+ കിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യം അല്ലല്ലോ, ബുദ്ധിമുട്ടല്ലേ? ഈ SLC റിസൾട്ട് വന്ന +2 റിസൾട്ട് വന്ന റോട്ടിൽ കൂടെ നടക്കാൻ പറ്റില്ല കുട്ടികൾക്ക്. നിങ്ങൾക്ക് ഫുൾ A+ ഇല്ലേ? ഫുൾ A+ ഇല്ലെങ്കിൽ എന്തോ വലിയ അപരാധം ചെയ്ത പോലെ. ബാക്കി ഒരു എന്താ പറയുക ഗ്രേഡും ഇല്ല. ആകെ ഫുൾ A+ മാത്രമേ ഉള്ളൂ. ഫുൾ A+ ഇല്ലെങ്കിൽ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ്. ഫുൾ A+ കിട്ടുകൊണ്ട് മാത്രം എല്ലാവോ ഇല്ല. നമ്മളൊപ്പം എന്ത് വേണം? മാഷ് നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് വേണം. ഏത് വിജയത്തിന്റെ പിന്നിൽ എന്തുണ്ട്? ഹാർഡ് വർക്ക്. നമ്മള് സിന്ധുവിനെ അറിയോ? ഏത് സിന്ധു? അപ്പുറത്തെ വീട്ടിലെ സിന്ധു അല്ല. ഏതാ സിന്ധു? PV സിന്ധു. അവളെ ഒരു കഴിഞ്ഞ പ്രാവശ്യം ബാഡ്മിന്റൺ അല്ലേ കളിച്ചിരുന്നത്? അതില് കിട്ടിയപ്പോ എന്താ പറഞ്ഞ?
ഞങ്ങൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലെന്താ പറഞ്ഞ, ഞാൻ ഒറ്റ കല്യാണത്തിന് പോവില്ല, നമ്മളതൊക്കെ എല്ലാ കല്യാണത്തിനും പോവും, വീട്ടിലെ ഒരു ഫംഗ്ഷനും പങ്കെടുക്കില്ല. എന്താ കുട്ടിയുടെ കുടുംബമെന്നറിയോ? സിന്ധു നിസ്സാര കുട്ടിയല്ല, ഒരു കാര്യം പറഞ്ഞാൽ കൂട്ടാക്കില്ല, കളി തന്നെ കളി. പക്ഷെ ആ കളിയിൽ അവള് മികച്ചതായി. നമ്മൾ ആ കുട്ടീനെ ഇവിടെ ഈ ചാവക്കാട് ഈ ചൂണ്ടൽ ഓഫീസിലിരുന്ന് പറയാൻ പോലും തയ്യാറാവുന്ന രീതിയിൽ അവൾ വളർന്നു. അത് അവളെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. ഇപ്പൊ നമ്മള് കളിക്കുന്നവരെ മോശമായിട്ട് പറയുന്ന ഒരു കാലഘട്ടം. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നെ കളിക്കാൻ പറ്റില്ലാണ്ട് ഞാൻ കളിച്ചൊക്കെ സനികുമാർ പറഞ്ഞ പോലെ ഇത് പണ്ടായിരുന്നെങ്കിൽ ഞാൻ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ദിലീപ് പാടില്ലേ, അല്ല മുണ്ടുവച്ചൂരിനോട് അതില് മുണ്ടുവച്ചൂര് കഥയല്ലേ ഉണ്ടിയാ, സലിംകുമാർ വലിച്ചിട്ട് പറയണില്ലേ, ഓ ഇതൊക്കെ മുന്നറിഞ്ഞെങ്കിൽ ചെയ്യരുതട്ടാ, ഇതൊക്കെ മുന്നറിഞ്ഞെങ്കിൽ ഞാൻ എവിടെ എത്തിയെന്ന് പറഞ്ഞ പോലെ അന്ന് എന്നെ കളിപ്പിക്കാം. അതുകൊണ്ടൊക്കെ അവിടെ എത്തിയെന്ന് ചിലപ്പോ എനിക്ക് തോന്നായിരിക്കാം. പക്ഷെ ഞാൻ ഹാർഡ് വർക്ക് ആണെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ? ഒരു സച്ചിൻ ടെണ്ടുൽക്കർ, ഒരു അയ്യം വിജയന, എംബാപ്പെ എത്തിയ ഇല്ല, എംബാപ്പെ ആരെങ്കിലും ആയാലേ ഒന്നും കളിച്ചില്ല. ഞാൻ ആകെ കളിച്ചത് കോട്ടിയായാണ് കളിച്ചത്. കോട്ടിക്കായ അറിയില്ലേ? ആ കോട്ടിക്കായ കളിച്ചിട്ട് എന്റെ കയ്യിലുള്ള കോട്ടിക്കായ മുഴുവൻ പോയിന്നല്ലാണ്ട് ഒരു കോട്ടിക്കായ പോലും തിരിച്ചൊരാളേക്ക് അത് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളുടെ കോട്ടി അത് ഞാൻ പാലിച്ചു. എന്റെ പോയാലും മറ്റൊരാളുടെ കോട്ടിക്കായ പോലും ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ല. ആ ഒരു കളി മാത്രം, അതിൽ ഞാൻ നന്നായി ആത്മാർത്ഥമായിട്ട് കളിക്കുകയും ചെയ്തു, തോൽക്കുകയും ചെയ്തു. ഇന്നിപ്പോ കുട്ടികൾക്ക് തോൽക്കാനാ മടി. കുട്ടികൾ കളിക്കണില്ല. കളിക്കണം. നിങ്ങള് കളിച്ച രണ്ട് കാര്യം ഉണ്ടാവും, ഒന്നാല് ജയിക്കും അല്ലെങ്കിൽ തോൽക്കും. നമ്മുടെ ജീവിതത്തിൽ തോൽക്കാൻ പഠിക്കണം. അപ്പോഴാണ് എന്തുണ്ടാവുക? ആ തോൽവിയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് അടുത്ത തവണ നമ്മൾ വിജയിക്കും, അല്ലേ? ഒരു പ്രാവശ്യം തോൽക്കും എന്ന് വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുമോ? ഇല്ല, അവസാനിപ്പിക്കരുത്. പിന്നെ വാശിയോടെ പഠിക്കണം. നിങ്ങൾ എൻട്രൻസ് എഴുതുന്ന ആളുകളാണെങ്കിൽ ഒരു പ്രാവശ്യം എൻട്രൻസ് എത്രയും എഴുതാം, നമുക്ക് എത്ര തവണ വേണമെങ്കിൽ എഴുതാം. എൻ്റെ മോള് ഒരു വട്ടം എഴുതി, അവൾക്ക് കിട്ടിയില്ല. രണ്ടാം വട്ടം എഴുതി, കിട്ടിയില്ല. മൂന്നാം വട്ടം എഴുതി, കിട്ടേണ്ടതായിരുന്നു, ഞാൻ രജിസ്റ്റർ ചെയ്തില്ല. ഈ എന്താ പറയാ, പുതിയ സ്കീം വന്നല്ലോ എൻട്രൻസിന്റെ. ഇപ്പൊ രണ്ടാമത് രജിസ്ട്രേഷൻ, എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ രണ്ടാമത് രജിസ്ട്രേഷൻ കൂടി നടത്തേണ്ടായിരുന്നു. അത് എൻ്റെ ഭാഗത്തുനിന്ന്. അന്ന് അവളൊക്കെ മൊബൈലില്ല, എൻ്റെയൊക്കെ മൊബൈലുണ്ട്. ഇതേപോലെ ഒരു ക്യാമ്പിൽ ഇരിക്കുമ്പോൾ 5 മണിക്കാണ് രജിസ്ട്രേഷൻ തീർക്കാറുണ്ട്. 6 മണിക്ക് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അന്ന് ലാസ്റ്റ് ഡേറ്റാണ്. പക്ഷെ അവൾക്കൊരു വിഷമം പറഞ്ഞില്ല കേട്ടോ എന്നെ. ഡാഡി ഇനിയിപ്പോൾ അതിൻ്റെ കുഴപ്പം കൊണ്ട് എനിക്ക് MBBS അല്ലെങ്കിൽ മറ്റേ ഡോക്ടറാവാൻ പറ്റിയില്ല എന്നുള്ള വിഷമമൊന്നും അവൾ പറഞ്ഞില്ല. അവൾ തുടർന്ന് MSc പഠിച്ചു. അവൾക്ക് ബാങ്കിൽ കയറി. അവൾ തന്നെ മറ്റേ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. അവൾ ബാങ്കിൽ പോയി. അപ്പോൾ നമ്മൾ നിരന്തരം ഒരു തവണ എൻട്രൻസ് എഴുതി കിട്ടിയില്ല എന്ന് വെച്ചാൽ അത് അവസാനിപ്പിക്കരുത്. ഒരു തവണ എഴുതി കിട്ടിയില്ല, അടുത്ത തവണ എഴുതി, അടുത്ത തവണ എഴുതി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. പരാജയം ഒരു തവണ ഉണ്ടാവുമ്പോൾ അതിനാണ് കുട്ടികൾ കളിക്കണം എന്ന് പറയുന്നത്. കുട്ടികൾ കളിക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും ഓടി കളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ജയിച്ചെന്ന് വരില്ല, തോൽവി ഉണ്ടാവും. പക്ഷെ അടുത്ത തവണ എന്താവണം? ആ വിജയിച്ച ആള് നമുക്ക് വെട്ടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ അവനെ തോൽപ്പിക്കാൻ പറ്റണം. ആ രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താവാൻ പറ്റണം? നിങ്ങൾക്ക് നല്ല നിലയിലെത്താൻ പറ്റണം. ഇപ്പോഴും വരുന്നില്ല മോളെ, തരണ്ട ആളുണ്ടല്ലോ. പിന്നെ ഈ വലിയ കപ്പ് ഇവിടെ ചാത്തുണ്ടി മെമ്മോറിയൽ, ഇത് HS ചന്ദ്രൻ, അവിടുത്തെ ആരോ വന്നുള്ള ടീച്ചർമാര് HS ചന്ദ്രൻ. വെരി ഗുഡ്. പിന്നെ ടീച്ചർ മാത്രമല്ലോ, ഭയങ്കര ഭാരട്ടല്ലേ, നല്ല ഭാരമാണ്. എൻ്റെ അടിഭാഗം പഠിക്കാനല്ലേ എന്ത് ഭാരം. ആ ടീച്ചർ ഒറ്റയ്ക്ക് വന്ന് ഞാൻ പലവട്ടം ഇത് പൊക്കാൻ നോക്കിയിട്ട് പറ്റാത്തതാ. വലിയ ബുദ്ധിമുട്ടാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ കുട്ടികളെ SLC പരീക്ഷയ്ക്ക് ഇരുത്തി ഈ കപ്പിന്റെ ഭാരത്തേക്കാൾ വലിയ ഭാരം അനുഭവിച്ചിട്ടാവൂല്ലേ നിങ്ങൾ ഈ ഫുള്ള് എല്ലാ കുട്ടികളും ഫിക്സഡ് വേണം. സ്കൂള് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, എല്ലാവരും ജയിപ്പിക്കണം. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ എല്ലാവരും ജയിക്കുന്നല്ല വിചാരിക്കുക. ചില കുട്ടികളുണ്ട്, ജയിക്കാത്ത കുട്ടികളുണ്ട്, അല്ലേ?
അവരെയൊക്കെ പിടിച്ചിരുത്തി രാത്രി പകലൊക്കെ കോച്ചിങ് കൊടുത്ത് ഈ കപ്പിന് അർഹത നേടുക എന്ന് പറഞ്ഞാൽ കുറേ സ്കൂളുകൾക്ക് 100% ഉണ്ടാവും. പക്ഷെ ആ 100%-ൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ മറ്റേ പരീക്ഷയ്ക്ക് ഇരുത്തി വിജയിപ്പിച്ച സ്കൂളാണ് HS ചന്ദ്രാപ്പറ്റി. അപ്പോൾ ആ സ്കൂളിലെ ടീച്ചറെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ സ്കൂളിലെ മുഴുവൻ ടീച്ചേഴ്സിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന്, നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന് KPSK ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയ്ക്ക് വേണ്ടി എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരും. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ മക്കൾ അവരും ഇതേപോലെ തന്നെ ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ്. ഇങ്ങനൊരു ഓഫീസ് നിങ്ങൾ മുന്നിൽ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. നിങ്ങളിത് കാണാൻ ഇടവന്നല്ലേ? നിങ്ങളുടെ ഡാഡിയോ മമ്മിയോ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ ഈ KPSK എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിലുണ്ടാവും. അധ്യാപകർക്ക് വേണ്ടി, അധ്യാപക അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഈ പ്രസ്ഥാനത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അംഗമായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്ര നേരം നിങ്ങൾ കൂടി ഇതിന് കഷ്ടപ്പെടാൻ വന്നത്. ഒപ്പം നിങ്ങൾ നേടിയ ഈ വലിയ അവാർഡില്, ഈ അവാർഡുകളൊന്നും അവാർഡല്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് IAS ആവാം, IPS ആവാം, നിങ്ങൾക്ക് ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, ടീച്ചർ ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. ഞാൻ പറയട്ടെ, ആത്യന്തികമായിട്ട് നിങ്ങൾ നല്ല മനുഷ്യരാവുക. നിങ്ങൾ മനുഷ്യനാവണം, നല്ല മനുഷ്യരാവാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തായാലും ശരി, നിങ്ങളൊരു ഡോക്ടർ ആയാലും ശരി, നിങ്ങളൊരു എഞ്ചിനീയർ ആയാലും ശരി, നിങ്ങളൊരു പൈലറ്റ് ആയാലും ശരി, എന്തായാലും ശരി, നിങ്ങൾ എന്താവണം? നിങ്ങൾക്ക് നല്ല മനുഷ്യരാവാൻ സാധിക്കണം. ഈ നിങ്ങളുടെ വിജയത്തിന് പിന്നിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഒരുപാട് ഉറക്കം മുളച്ചിട്ടുണ്ടാവും. ഞാൻ പഠിക്കുന്ന കാലം ഞാൻ ഓർക്കുക, വലിയൊരു വട്ടയ വെച്ചിട്ടുണ്ടാവും, അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും, അതിൽ എൻ്റെ കാല് കുത്തി വെച്ചിട്ടുണ്ടാവും. എന്തിനാ? ഉറങ്ങാണ്ടിരിക്കുക. ഈ വെള്ളമല്ല, ഇതിനേക്കാൾ വെള്ളത്തിൽ എന്നെ മുഴുവൻ കുത്തിയാലും ഞാൻ ഉറങ്ങുകയും ചെയ്യും. പക്ഷെ അവർ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? എന്നെ ഉറക്കാതിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? നാളെകളില് എൻ്റെ മോൻ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതേ രീതിയിൽ ചിലപ്പോൾ നിങ്ങളൊന്നും അങ്ങനെ അമ്മയും അച്ഛനും ഒന്നും കോഴ്സ് ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. എങ്കിലും നിങ്ങളുടെ അച്ഛനും അമ്മയുടെ ഒക്കെ പ്രാർത്ഥന നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും, ഇല്ലേ? പല ടീച്ചർമാരും ഈ SLCക്ക് അല്ലെങ്കിൽ +2-ന് പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഒരു മാസം അവർ ലീവ് എടുത്തിട്ടുണ്ടാവും, ഇല്ലേ? നിങ്ങളുടെ അച്ഛനമ്മേനെ ലീവ് എടുത്തിട്ടുണ്ടാവും, നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ടുണ്ടാവും, ഇല്ലേ? എൻ്റെ അനുഭവം കൊണ്ട് പറയുക, ലീവ് എടുക്കും. നിങ്ങളെക്കാൾ ടെൻഷൻ ആർക്കാ? നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കാ, അല്ലെ? മാതാപിതാക്കൾക്കാ. അവർ കത്തിക്കാത്ത മെഴുകുതിരികൾ ഉണ്ടാവില്ല. ഒരു സ്വയം മെഴുകുതിരി പോലെ അവർ എരിഞ്ഞടങ്ങിയിട്ടാണ് നിങ്ങളൊക്കെ ഈ നിലയിലെത്തുന്നത്. അപ്പൊ നിങ്ങൾ അവരെ മറക്കരുത്. അവരെ ഞാനും ഓർക്കുന്നു. ഇവരെ ഒപ്പം നിന്ന് അവരെ ഈ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ സഹായിച്ച എല്ലാ മാതാപിതാക്കളെയും ഞാൻ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ മുന്നിൽ പേന പിടിച്ച് ഇത് തെറ്റാതെ എഴുതി ഈ ഫുൾ A+ എന്ന് പറയുന്ന വലിയ കടമ്പയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചത് സർവേശ്വരൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രവർത്തനവും കൊണ്ടൊക്കെയാണ്. അതിനൊക്കെ നിങ്ങൾ വലിയ എന്തെന്നാ ചെയ്യുക, വലിയ പ്രവർത്തനം അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നാളെകളിൽ നിങ്ങൾ ഒരു ഡോക്ടറൊക്കെ ആയിട്ട്, ഞാനൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇപ്പം തന്നെ നരച്ചു ഗോദ്രേജ് സമ്മതിക്കാത്തോണ്ടാണ്. ഇതുവരെ എന്നെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത് ഗോദ്രേജ് കമ്പനിയാണ്. റൈറ്റ് മാഷൊക്കെ ഇരിക്കണ പോലെ അത്ര ഇരിക്കണ്ട. പക്ഷെ ഇപ്പൊ എന്നെ അതേപോലെ ഇരുത്താത്ത എന്താണെന്ന് വെച്ചാൽ, ഗോദ്രേജ് കമ്പനി ചതിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മക്കളെ പിന്നെ ഇതൊക്കെ കൊടുക്കാം. നമ്മുടെ ശക്തി പേരെന്ന് പറയുന്നത് ഗോദ്രേജിന്റെ കയ്യിലാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ അമല ഹോസ്പിറ്റലില്, ലൈറ്റ് ഹോസ്പിറ്റലില്, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അന്ന് നിങ്ങളെ ഒരുപാട് വധിച്ച ഒരു മാഷനെന്ന് പറഞ്ഞ് നല്ല രീതിയിൽ എന്നെ ചികിത്സിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാവട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയ സ്ഥാനങ്ങളിൽ എത്തട്ടെ. നിങ്ങൾ ഏത് മേഖലയാണോ ഉദ്ദേശിക്കുന്നത് ആ മേഖലകളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്നെ ഇത്ര നേരം ശ്രമിച്ച നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജെയ്സൺ മാസ്റ്റർ. അടുത്ത